ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു അലർട്ട് മെസ്സേജ് ആയിട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് ഇന്നലെ വാട്സപ്പിൽ ഒരു ചാറ്റ് വന്നു. ഞാനൊരു റീൽസ് കണ്ടിട്ട് ആ ഷോപ്പിൻ്റെ കയറിയിട്ട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഹോൾസെയിൽ ഡീലേഴ്സ് ആണോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് കണ്ടിട്ട് ഒരാൾ എനിക്ക് വാട്സപ്പിൽ അവർ ലിങ്ക് സഹിതം എനിക്ക് ഫോർവേഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ചാറ്റ് ചെയ്തൊക്കെ നോർമൽ ആസ് യൂഷ്വൽ ലൈറ്റ് ആയിരുന്നു. മെസ്സേജ് അയച്ചോ കുറേ ഫോട്ടോസ് ഞാൻ അയച്ചു കൊടുത്തു. ഇതൊക്കെ അവൈലബിൾ ആണ്. 799, 800, 1000 ആ റേഞ്ചിലുള്ള ഡ്രസ്സസുകൾ ഇട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം റീസെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചാറ്റിംഗ് ഒക്കെ ഗുഡായിട്ട് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഓക്കെ നാളെ മോർണിംഗിൽ കൺഫേം ആക്കാം. ഏകദേശം ഒരു 35,000 അടുത്ത് ഞാൻ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ടുമാറോ ഞാൻ മോർണിംഗിൽ അത് കൺഫേം ആക്കാം. ബില്ലും ഡീറ്റെയിൽസും നിങ്ങൾ GST ബില്ലും കൂടെ എനിക്ക് ഫോർവേഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്തു. പിറ്റേ ദിവസം രാത്രി ഞാൻ കിടക്കാൻ നേരത്തെ ഞാൻ തിങ്ക് ചെയ്തു, എന്തോ ഒരു ഫോൾട്ട് പോലെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ അവരുടെ പേജ് കയറിയിട്ട് നോക്കി. പേജിൽ ഡയറക്റ്റ് വാട്സപ്പ് മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് ഞാൻ ചാറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിയുടെ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. ഇത് നിങ്ങളുടെ നമ്പർ ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ നമ്പറാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല മാം ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിട്ടില്ല, ലീവ് ചെയ്തില്ല. എന്നിട്ട് ഞാൻ അവനോട് ഹായ് എന്തായി പ്രൊസീജിയേഴ്സൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, ക്യാൻ യു സെൻഡ് ദ ഒറിജിനൽ ഫോട്ടോ ഡ്രസ്സിൻ്റെ പറഞ്ഞു. അപ്പോൾ ഡ്രസ്സിൻ്റെ ഒറിജിനൽ ഫോട്ടോ അവൻ അതിലും വിറ്റ് അവൻ ആ ഷോപ്പുകാരോട് ചോദിച്ചിട്ട് അവൻ അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ എൻ്റെ വാട്സപ്പിലേക്ക് ചെയ്തിട്ട് പിന്നെ എനിക്ക് സെൻഡ് ചെയ്തു. 3 ഡ്രസ്സ്, ഒരു 3 ഡ്രസ്സ് മാത്രമേ സെൻഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഫുൾ ഫോട്ടോസ് വേണം, ഞാൻ സെലക്ട് ചെയ്ത എല്ലാ ഡ്രസ്സിൻ്റെയും ഫോട്ടോ എനിക്ക് വേണം, അത് നിങ്ങൾ സെൻഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇവനത് ഞാൻ പറയണത് ഞാൻ അറിഞ്ഞിട്ടാണെന്ന് ഇവൻ അറിയുന്നില്ല. അപ്പോൾ മാം അത് കുറച്ചൊന്നും അവൈലബിൾ അല്ല, കുറച്ച് ഡ്രസ്സസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ പിക്കായിട്ട് തരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഏതാണോ ആ ഡ്രസ്സിൻ്റെ ഫുൾ ഒറിജിനൽ ഫോട്ടോ എനിക്ക് കിട്ടണം, എന്നാൽ മാത്രമേ ഞാൻ ഓർഡർ കൺഫേം ആക്കുള്ളൂ. അതിനുശേഷം നിങ്ങൾ വിത്ത് GST ബില്ലും കൂടെ ബില്ല് അയച്ചു തരൂ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞതിനോട് ബില്ല് GST ഇല്ല മാഡം, GST നമുക്ക് ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, കുറച്ച് എന്താ ബിസിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ അല്ല, ഞാൻ ബിസിയാണ്, അതിന് ശേഷം ഞാൻ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നോ പ്രോബ്ലം, എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആകുന്നത് അന്നേരം എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് ഇവൻ മെസ്സേജ് ഇടുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വെച്ചാൽ എന്തായി ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ മെസ്സേജ് അവൻ തിരിച്ചിട്ട് അവൻ പറഞ്ഞു, മാം GST ഇപ്പോൾ വർക്കിംഗ് അല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എനിക്ക് GST ബില്ല് മസ്റ്റാണ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവനെ കുറേ ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു വേസ്റ്റ് ഓഫ് കസ്റ്റമർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഫ്രോഡ് കളിക്കാൻ നിൽക്കേണ്ട, നീ ഫ്രോഡാണ്, നിനക്ക് വേറെ വല്ല പണിയും ചെയ്ത് ജീവിച്ചൂടെ, ഞാൻ അതിൻ്റെ ചാറ്റും കൂടെ വെക്കാം, ചെയ്ത് ജീവിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ മെസ്സേജ് അയച്ചു. എന്നിട്ട് അവൻ ഗെറ്റ് ലോസ് കളിച്ച് എന്നെ വിട്ടേക്ക് അവൻ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ അങ്ങനെ കുറേ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ പെടാതിരിക്കും. ഒറ്റ സെക്കൻഡിൽ ഞാൻ തിങ്ക് ചെയ്താണെങ്കിൽ ചിലപ്പോൾ 35,000 ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പൈസ പോയത് പിന്നെ എന്തോ ആ റീതിങ്കിലൂടെയാണ് എനിക്ക് ആ ടൈമിൽ ഞാൻ തിങ്ക് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ആ പൈസ സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ലിങ്ക് കണ്ടിട്ട് അവർ വാട്സപ്പിൽ വയ്ക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്നും കൂടെ റീചെക്ക് ചെയ്യുക, അവർ ഡയറക്റ്റ് സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. ഇത് കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ നമുക്കിത് വരുമ്പോഴാണല്ലോ നമ്മൾക്ക് അത് എഫക്റ്റ് ആകുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ ഭാഗ്യത്തിൽ ഞാൻ അയച്ചില്ല. ഇപ്പോൾ അവൻ ദുബായിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ വിചാരിച്ചു ഓക്കെ പേയ്മെൻ്റ് ഒക്കെ ഫാസ്റ്റ്ലി വരുന്നുണ്ടാവും എന്ന് വിചാരിച്ചില്ല. നമ്മൾ പക്ഷേ ചെക്ക് ചെയ്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ നല്ലത് ഞാൻ കൊടുത്ത ശേഷമാണ് ഞാൻ വാട്സപ്പ് അവൻ തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെസ്സേജ് ആയിട്ട് ഞാൻ ചാറ്റും കൂടെ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു. അവൻ്റെ നമ്പർ നമ്മളിതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ.